എല്ലാവർക്കും ഒരു വിശ്വാസം തന്നെ. ഗെയിം നമ്മൾ വന്നേക്കാണ് റോബ്ലോക്സ്. ഈ ഒരു ഗെയിമില് മെക്കാ കാമലിയോൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗെയിം കളിച്ചല്ലോ മെയിൻ ചാനലിൽ. അതുപോലത്തെ റോബ്ലോക്സ് ഗെയിമാണ് നമ്മളിന്ന് കളിക്കാൻ പോണേ. ആൻഡ് ഇതൊരു പബ്ലിക് സെർവറാണ്. ഓക്കെ, ആരോ സെലക്ട് ചെയ്യുന്നുണ്ട്, ഞാനൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, നമ്മൾ പെയിന്റ് അടിക്കണം, നിങ്ങൾക്ക് അറിയാലോ, അതാണ് കളി. ഓക്കെ, 100 ആയിട്ടുണ്ട്. എന്താ ഓക്കെ, വേറെ ആരും 100 ആയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതില് നമ്മള് മെക്കാ കാമലിയോണിൽ കളിച്ച പോലെ തന്നെ 100 ആവണം. സോ ഫ്രീസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോടാ? റൊട്ടേറ്റ്, അണ്ടു. എന്റെ അമ്മ ഭയങ്കര പണിയാണല്ലോടാ. ഇതില് വേറെ ഒന്നും ഇല്ലാട്ടാ. ഹൈഡ് ഫ്രം ദ സീക്രട്ട് ടൈം സ്റ്റാർട്ട് ചെയ്താ ഞാൻ അവിടെ നിന്ന് നോക്കാം. പണി പാളി. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി. നമുക്ക് ഐഡിയ ഉള്ള സെക്കൻഡ് എത്രയായിരുന്നു കാണിച്ചേ? ഞാൻ പെയിന്റ് എടുത്തപ്പോഴേക്കും ഗെയിം തീർന്ന്. സോ ഇത് ഭയങ്കര ടഫ് ഗെയിം. ഇതില് നമ്മുടെ ഒറിജിനൽ മെച്ചാ കാമലിയോണുള്ള പോലെ അല്ല. ഇതിൽ എങ്ങനെ ആൾക്കാർ ഐഡിയ ആണ് നോക്കി നോക്കാം നമുക്ക്. എങ്ങനെയാണ് ഇത് ഭയങ്കര ഈസി ആയിട്ട് കണ്ടുപിടിക്കണ്ടല്ലോ ഇവര്. ഇതിലൊന്നത് പെയിന്റ് അടിക്കല് ഭയങ്കര പണിയാട്ടാ. ഓക്കെ, ഭയങ്കര പണിയാണ്. കൊറേ ആൾക്കാരെ ഓൾറെഡി പിടിച്ച. സോ ഗൈസ്, ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, ഇനി വെറും 1K അതിന്റെ താഴെ എന്തോള്ളൂ. ഞാൻ ആക്ച്വലി വീട്ടിലില്ലാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ലൈവ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ 200K അടിക്കാൻ വേണ്ടി ഈ ചാനലിൽ മിക്കവാറും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ 200K അടിച്ചിട്ടുണ്ടാവും. യെസ്, എനിക്ക് ലൈവ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്റെ PC സെറ്റൊന്നും ലൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ വീട്ടിൽ പോയിട്ട് അങ്ങനെ ലൈവ് ചെയ്യുന്നതായിരിക്കും. നോക്കി നോക്കാം. ഇത് ഇങ്ങനെയാണ് ആൾക്കാർ ഹൈഡ് ചെയ്യണത്. ഓ, ആൾക്കാർക്ക് ഹൈഡ് ചെയ്യാനൊന്നും അറിയില്ലാട്ടാ. ഇത് ഭയങ്കര ടഫാ. ഇതില് ഹൈഡ് ചെയ്യാത്ര എളുപ്പമല്ല. ഇതില് വേണേ ചുമ്മാ കണ്ടുപിടിച്ചാൽ മതി എന്ന് തോന്നുന്നു. ഹൈഡ് ചെയ്യണ കാര്യമൊക്കെ വീട്. ഇനി 1 മിനിറ്റ് കൂടി ഉണ്ടാകാൻ വേണ്ടി കാണാം. നമ്മളിവിടെ ലോബിയിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ 7000 എന്തോ ഉണ്ട്. സോ സ്കിന്ന് കണ്ട എന്തോ സാധനം ഉണ്ടാ. ഇത് റോൾ ചെയ്യാൻ പറ്റും. ഓ, ഗണ്ണ്. ഓക്കെ, എന്തൊരു പൊട്ട സാധനം കിട്ടിയെന്ന് തോന്നുന്നു. ഇനി റോൾ ചെയ്യാൻ പറ്റൂ. റോൾ ചെയ്യാലോ. ഓൾഡ് മണി. ഓക്കെ, എന്താ കിട്ടിയെന്ന് അവള് കാണിക്കുന്നുണ്ട്. ഓൾഡ് മണി സെലക്ട് ചെയ്ത് എന്തിനാണോ എന്തോ. പിന്നെ പെർക്കുണ്ട്. ഓക്കെ, ബി നെക്സ്റ്റ് സീക്കർ വേണ്ട. 10 എണ്ണം കറക്കി. എന്തൊക്കെയോ കിട്ടി. റെല്ല എന്തൊക്കെയോ കിട്ടി. നമുക്ക് എന്തായാലും കളിച്ചാട്ടിയല്ലേ സ്കോ. ഇതില് 2 ഐലൻഡ് ആണല്ലേ. ആരിവൻ എന്റെ പൊന്നോ, ശല്യങ്ങളാണല്ലോ സെർവറിൽ മൊത്തം. മാറിക്ക്. ഇത് മറ്റേ മെച്ചാ കാമലിയോൺ പോലെ അല്ല. ഇതിന്റെ ഒരു സംഭവം പോണേ. ഓക്കെ, പക്ഷെ ഇതിന് നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റൂല ആക്ച്വലി. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാ പരിപാടിന്ന്. നമ്മളിവിടെ നിക്കാം. ഓക്കെ, ആൻഡ് ഫ്രീസ് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ കളറ് നമുക്ക് അടിക്കാൻ തോന്നും. എവിടെയാണ് അടിക്കണേ? ഇത് ഇവിടെ അടിച്ചേ കളറ്. എന്താ സംഭവം ഇത്? ഓ മൈ ഗോഡ്, അടിപൊളി. ചത്തെന്ന് പറയാം. ഒരാൾക്കും മനസ്സിലാവില്ല കേട്ടാ. ഒട്ടും മനസ്സിലാവാത്ത രീതിയില് പെയിന്റ് അടിച്ചാണ്. അതിന് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗെയിം പോലെ ഒന്നല്ല. നമുക്ക് കോപ്പി ചെയ്യാനൊന്നും പറ്റില്ല. ഉള്ള കളർ അടിച്ചു വെക്കണം, മനസ്സിലായില്ലേ? ഉള്ളതങ്ങ് അടിച്ചു വെച്ച് അങ്ങ് ഹൈഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. എല്ലാവരും നമ്മളെ കണ്ടുപിടിക്കണം. സത്യം പറയാലോ, ഇതാണ് കളർ തോന്നി കല്ലിന്റെ. അല്ല എന്റെ അമ്മേ പെട്ട്. എന്റെ അളിയാ, വൈറ്റ് ഒന്നും അല്ലടാ. ഇതൊന്നല്ല കളർ. ഇതുപോലെ നല്ലൊരു കളറാന്ന് തോന്നൂലേ. എങ്ങനെയാണത്? ആ ഡ്രോപ്പർ ഉണ്ടല്ലോടാ. അത് ശരി, ഡ്രോപ്പർ ഉണ്ടായിട്ടാണോ? ഉണ്ടായിരുന്നുല്ലേ. ഇത് ഉണ്ടായിരുന്നു. ഞാനും വിചാരിച്ച് കോപ്പി ചെയ്യണമെന്ന്. ഓക്കെ, സെറ്റ്. ഏത് ആംഗിളിൽ നിന്ന് കണ്ടാലും കളർ അടിച്ചു വെക്കണല്ലേ. കുറച്ച് പാടാ, എന്നാലും കുഴപ്പമില്ല. അതെ, സെറ്റ് ആക്കിണ്ട്. എടാ, ആക്ച്വലി ഇതില് നമ്മൾ ഹൈഡായി ഇരിക്കണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഓൾമോസ്റ്റ് ഹൈഡായി ഇരിക്കണ്ടാ നമ്മള്. ഓക്കെ, മറ്റേ ഗെയിം പോലെയല്ല, ഓൾമോസ്റ്റ് ഹൈഡായി ഇരിക്കണ്ടേ നമ്മള്. ഓക്കെ, എടാ ദേടെ കണ്ടോ, നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെങ്ങനെയെങ്ങാനും കണ്ടു കഴിഞ്ഞാലേ പിടിക്കുക. ഇല്ലടാ, എന്നാലും പിടിക്കാൻ പറ്റില്ല. നമ്മളന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ആദ്യം ഞാൻ ഒളിച്ചപ്പോ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. 1 മിനിറ്റ് മതി. മറ്റേ ഗെയിം പോലെ തന്നെ. സെറ്റ്. ഇവിടുന്ന് പറഞ്ഞ സീക്കറിന് എന്നെ പിടിക്കാൻ പറ്റുമോടാ? ഇവന്നെ പിടിച്ചു കഴിയുമ്പോ ഭയങ്കര കിടിലായിരിക്കും. ഞാനിരിക്കണേ. ഓ മൈ ഗോഡ്, പിടിച്ചില്ലടാ. എന്നെ കണ്ടുപിടിക്കാൻ പറ്റും ആക്ച്വലി ട്ടാ. പിടിക്കാൻ പറ്റായൊന്നുമില്ല. ഇതിൽ ഈ കളർ മാത്രല്ലാണ്ട് കറക്റ്റ് ഇവിടുത്തെ ലൈൻ വരെ വരച്ചേക്കാന്ന് തോന്നൂട്ടാ. പെട്ട്. ഓ മൈ ഗോഡ്, ഏടാ ഞാൻ രക്ഷപ്പെട്ടടാ. കോപ്പി മെച്ചാ കാമലിയോൺ പോലെ തന്നെ. എടാ ജയിച്ച്. ആദ്യം ഞാൻ തോറ്റപ്പോ ഞാൻ വിചാരിച്ചു എന്തൊക്കെ ഉണ്ടിയാന്ന്. പക്ഷെ എന്നെ പിടിച്ചില്ലടാ. ലെറ്റ്സ് അത്ര ഉള്ളിയാ. ഇത് മതി. അടാ, കൊള്ളാം. ഈ പെർക്കെന്താടാ? സ്ട്രോങ് സൗണ്ട്, റണ്ണർ. ഇതൊക്കെ എന്താന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് നല്ല രീതിയിൽ ഹൈഡ് ചെയ്യണം. അയ്യോ, ഞാനടാ കണ്ടുപിടിക്കണ്ടേ. യു ആർ ദ സീക്കർ. എന്റെ അമ്മോ, നമ്മക്കാണോടാ പണി. സീക്കറിന് എന്ത് ഗെയിമാടാ തന്നേക്കണേ? എന്തിനാടാ സീക്കറിന് ഇതുപോലൊരു ഗെയിം? ഓക്കെ, എടാ പണി അളിയാ. എവിടെ ഒളിച്ചിരിക്കണേന്ന് പോലും അറിയാൻ പാടില്ല.
ഓക്കെ ഇവിടെ എടുത്തില്ലേ കണ്ടുപിടിക്കാൻ പാടാട്ടാ. പാടാ ഇവിടുന്ന് ഒരുത്തനും ഇല്ലേ? എന്താ ഒരുത്തനും ഇവിടുന്ന് ഹൈഡ് ചെയ്യാത്ത? വെള്ള കളറുള്ളവന്മാരെ പിടിക്കാൻ എളുപ്പാ, പക്ഷെ ഹൈഡ് ചെയ്യണവന്മാരെ പിടിക്കാൻ എളുപ്പല്ലടാ. എടാ ഇത് വിചാരിച്ച പോലെ അല്ല. നമ്മള് സീക്കറായപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരുത്തല്ലാന്നാണോ പറയണേ? ഓക്കെ ഇവിടെയൊക്കെ പെയിന്റ് അടിക്കാൻ എളുപ്പാന്ന് തോന്നൂലേ? എന്റെ അമ്മോ, 1 മിനിറ്റ് ഉണ്ടാ, 1 മിനിറ്റ് ഉള്ളൂ. ഓ മൈ ഗോഡ്, കിട്ടി. അളിയനെ പിടിച്ച്. എടാ എല്ലാം ഉണ്ണവന്മാര് ഈ വയറ്റില് കയറിയിരിക്കുക, മനസ്സിലായ? വയറ്റില് കയറിയിരുന്നവര് ഈസിയല്ലേ. 8 പേരെന്തോണ്ടുന്നത്. എവിടെയാടാ അവനക്ക് ഇരുന്നേർന്നേ? ഓ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പല്ലാട്ടാ. എവിടേക്കാണ് ആൾക്കാർ ഇരിക്കണേ ആർക്കറിയാം. 8 പേരൊന്നല്ല, ഇനി 4-5 ആൾക്കാരുണ്ട്. മനസ്സിലാവണോല്ലോ എവിടെയാന്ന് ആൾക്കാര്. എന്റെ അമ്മോ, മൈ ഗോഡ്. എടാ ആൾക്കാരൊക്കെ ശരിക്കും ഒളിച്ചിരിക്കണ്ടോടാ, മനസ്സിലാവണല്ലടാ എവിടെയാന്ന്. ആൾക്കാരൊക്കെ ശരി എന്ത് പെയിന്റ് അടി അടിച്ചു വെച്ചാണേ. ഇവന്മാരൊക്കെ എന്താ പെയിന്റിങ് കോമ്പറ്റീഷൻ കണ്ടുവരാന്ന് തോന്നുന്നു. അമ്പോ ഇവനാരാ എല്ലാവരും അടിക്കാനായിട്ട്? ആരവൻ? പോടാ. ഓക്കെ ഇവിടെ കുറച്ചുകൂടി എളുപ്പാടാ. കുറച്ച് എളുപ്പാന്ന് പറഞ്ഞാലും എളുപ്പൊന്നും അല്ല, എന്നാലും നോക്കി നോക്കാം. എടാ ഹൈഡ് ഫ്രം സീക്കർ ആയാ? ഇതെന്ത് കിണ്ടി? ഗെയിം കളിക്കൊന്നും വേണ്ട മനുഷ്യന്. ഓക്കെ ഡ്രോപ്പർ പെയിന്റ് അടിച്ചു വെച്ചാ മതി. ഡ്രോൺ. എന്റെ അമ്മയടാ, ഇതെങ്ങനെ കണ്ടുപിടിക്കാനാടാ? ഇത് കണ്ടുപിടിക്കണവനെ സമ്മതിക്കണട്ടാ. ഇത് കണ്ടുപിടിച്ച് ജയിക്കാനും പറ്റില്ലടാ. ഹൈഡേഴ്സ് എന്നെ ജയിക്കാന്ന് തോന്നുന്നു ഇതിലെപ്പോഴും അല്ലേ? ഇങ്ങനെ കടിച്ചിട്ട് എങ്ങനെയാടാ കണ്ടുപിടിക്കണേ? ഈ പന്ന എന്നെ കൂടി ഇതാക്കൂല്ലോ. എടാ പോടാ ഊളെ, ഇവ എന്നെ കൂടി പെടുത്തുടാ. അത് ശരി, ഇവിടെ ഒരു ഓൾറെഡി ഉണ്ടാ. നീയൊക്കെ ചാവും. ഞാൻ അങ്ങനെ അടിച്ചു വെച്ച് ആ വെള്ള അടിച്ചോനെന്ന് തോന്നുന്നു വിചാരം. അവൻ രക്ഷപ്പെടുന്ന മനസ്സിലായില്ലേ? സെറ്റ്. പക്ഷെ ഇത് പണിയായി. അടിയിൽ നോക്കുമ്പോ പള്ളിയുടെ കുരിശാന്ന് വിചാരിക്കുന്നോണല്ലേ. ഇവിടെ ഒരുത്തം തോന്നിയിരിക്കണം ഇങ്ങനെ. ഇവനിപ്പോഴും മനസ്സിലായില്ലേ കളി? ഇവിടുന്ന് സൈഡ് അത് കൊള്ളാം. എടാ വെന്റ് ഇവിടെ വന്ന് ഞാൻ വെട്ട്. ഇവിടെ നമ്മളെന്തായാലും പിടിച്ച് ആ പള്ളിയുടെ കുരിശ് പോലെ ഇരിക്കണേ. പള്ളിയുടെ കുരിശ്, കറക്റ്റ് കുരിശ്. പണിപാളി. ഇവൻ പറയണ്ട ഓവർ ഹിയർ എന്നൊക്കെ. ഓ ഇതില് മൈക്കോണായിടാ ഗെയിമിലിപ്പോ. ആൾക്കാരെ സൗണ്ട് കേൾക്കാം. സംഭവങ്ങളോ ഇങ്ങനെ ഇരുന്നാ മതി, ഇങ്ങനെ ഇരുന്നാ പിടിക്കില്ലാന്ന് തോന്നുന്നു. സംഭവങ്ങളല്ല ഇവനൊന്നും പിടിക്കാൻ പറ്റടാ. ഈ വീടിന്റെ വീടിരിക്കാനൊന്നും പിടിക്കാനേ പറ്റില്ല. ഇതില് കിടക്കാനും കൂടി ട്രോളുണ്ടാ. ട്രോൾ സൗണ്ട് ഉണ്ടാക്കി ഞാൻ. കണ്ടാ ഇത് ഭയങ്കര സിമ്പിളാടാ, ജയിക്കാനേ പറ്റില്ല ബാക്കിയുള്ളവർക്കൊന്നും. ഇതന്നെ മതി. കറക്ക് എന്താ കിട്ടാവോ നോക്കിയപ്പോ +100. അതിൽ എക്സ്ട്രാ 100 ഉണ്ടാവുന്നാണോ പറയണേ? ഞാനാവല്ലേ. എനിക്കാവണ്ട. അത് ഇതില് 100 ആയി കഴിഞ്ഞാൽ ചത്തുന്ന് ഉറപ്പാ. കളി തോറ്റുന്ന് ഉറപ്പാ. 100 ആയ 55 സെക്കൻഡേ ഉള്ളൂ ഹൈഡ് ചെയ്യാൻ. അടിപൊളി. ഏത് സൈഡിൽ നിന്ന് കാണുന്നു ആ സൈഡൊക്കെ അടിച്ചു വെക്കണം തോന്നൂല്ലേ? അങ്ങനെ അങ്ങ് അടിച്ചു വെക്കിയത് എന്നെ എന്തായാലും പിടിക്കുന്ന ഉറപ്പാ. എന്നെ എന്തായാലും തൂക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മള് ഹൈഡ് ചെയ്യണത് ആംഗിള് മാത്രം നോക്കിയിട്ടാ പെയിന്റ് അടിക്കണേ. പക്ഷെ അവരെവിടുന്ന് നോക്കാന്ന് പറയാൻ പറ്റില്ല. അവര് ഇവിടുന്ന് എന്നെ നോക്കണ വിചാരിക്കേ. ഞാൻ നടന്നു പോകുമ്പോ എന്നെ കാണും. ഇപ്പൊ കുറച്ച് അടിയിലും കൂടി വേണ്ടേ? അയ്യോ ചത്ത്. ഓ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു തോന്നുന്നു. എന്റെ അടുത്ത് കൂടെ ആരോ പോയി, പക്ഷെ പിടിച്ചില്ല. ഇതിൽ കൂടെ ഒരാൾ പോയാലും എന്നെ കാണും. ഇതിൽ കൂടെ പോണ ഒരാളാണ് എന്നെ കാണുന്ന വെച്ചാ പെട്ടില്ലേ. എന്നെ തൂക്കിയ കറക്റ്റ് കണ്ടു കഴിഞ്ഞാലേ ഞാൻ കല്ലല്ലാന്ന്. എന്നെ കണ്ടറിയാം ഞാൻ ഒരു പക്ക കള്ളനാണ്. കുടിച്ചിരിക്കണ ആരോ. ഇങ്ങനെയൊന്നും പെയിന്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. മൊത്തമായിട്ട് അങ്ങ് പെയിന്റ് അടിച്ച് അബേ അങ്ങനെ നിക്കാരെ അറിയാത്ത പോലെ എവിടെ പോണു. എന്റെ അമ്മോ, ഇവരൊന്നും പിന്നെ മൈൻഡ് ചെയ്യാനില്ല കാര്യം. ഇതൊന്നും പിടിക്കാനൊന്നും പോകണ്ടേ. ഹൈഡറിന് ഇത് നമ്മൾക്ക് ഭയങ്കര ലക്കാ. നമ്മളൊന്നും പിടിക്കാനേ പോണില്ല. ഈസിയാടാ. ഇത് ഭയങ്കര പാടാ ജയിക്കാൻ. കളിക്കണവർക്ക് പാടാ. നമ്മളെ പിടിക്കാൻ ഭയങ്കര പാടാ ഈ ഗെയിമില്.
ഇത് ഓടിയ ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്ന നോക്കാം. എനിക്ക് നോക്കണം എന്നുണ്ടായിരുന്നു. എടാ ഇതിലൊരു ഓട്ടോ പ്ലേ ഉണ്ടാ, ഒരു ഓട്ടോ പ്ലേ കണ്ട് പറ്റുണ്ട്. അതിനൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെയിന്റ് അടിച്ചിരിക്കും. മെസ്സിയെ കൂടുന്നല്ലോടോ. അയ്യോ എനിക്ക് കണ്ടാ ഏറ്റവും ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു വെള്ള പെയിന്റ് അടിച്ച് നിക്കണതാ. സത്യം പറയാലോ. അടി 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 പെയിന്റ് അടി പെയിന്റ് അടി പെയിന്റ് അടി പെയിന്റ് അടി. എല്ലാ സൈഡിൽ നിന്നും പെയിന്റ് അടിയടാ. ഒരു സൈഡ് മിസ്സായ പോയി. ഇതൊന്നും അല്ലല്ലോടാ കളർ ഇതിന്റെ. സത്യം പറ ഇതാണോ എന്റെ കളറ്? എന്റെ അളിയ ഇതൊന്നല്ല എന്റെ കളറ്. ആരാടാ ഈ പെയിന്റ് കണ്ടുപിടിച്ച ഫോട്ടോ സാധനത്തിന്റെ? അമ്പ പെട്ട്. ഒന്ന് ലൈറ്റ് ആവൂ എങ്ങനെയത്? സൈഡ് എന്താ ബ്രഷ് സൈസ്. ഓക്കേ എടാ എന്നെ എന്തായാലും പിടിക്കടാ. ഈ റൂമിൽ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തായാലും നോക്കും. എന്നെ കണ്ടാ പിടിക്കടാ ഈ റൂമില്. ചത്തറ ഇല്ല. ഞാൻ എങ്ങനെ ചാവാത്തെന്ന് എനിക്കറിയില്ലടാ. ഇവിടെ വന്ന് ഞാൻ എന്തായാലും എന്നെ പിടിക്കും. പിന്നെ എങ്ങനെ ചാവാത്തെ? എന്റെ കളർ അത്ര ഐഡന്റിക്കലാ. ഒരു മിനിറ്റാ. ചത്തി എടാ എന്നെ പിടിച്ചടാ. വെടി വെക്കന്നെ. എന്താ എന്നെ പിടിക്കാത്തവര്? ചുമ്മാ കളിപ്പിക്കാന്ന് തോന്നൂലേ. അറിയാത്ത പോലെ കാണിക്കാടാ. ഇതെന്താ ഹൺഡ്രല്ലേ? ഇതാരാ? ഇതെന്താ ഹൺഡ്രല്ലേ? എന്നെ കണ്ടില്ലേ? എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ 100 ആയ ആൾക്കാരും നമ്മളെ പിടിച്ചില്ല. 100 ആണോ അല്ല എന്നറിയില്ല. എന്തായാലും എന്റെ പെയിന്റിങ് വളരെ മോശമായിരുന്നു. ഓക്കെ ഇത് പെയിന്റ് അടിക്കാൻ കുറച്ച് എളുപ്പ. ഫില്ലി പരിപാടി എളുപ്പ. പക്ഷെ അടിന്ന് കാണുന്നവന് ഇതിങ്ങനെയല്ല കാണുക. ശരിയല്ലേ? അതാണ് പ്രശ്നം. അടിന്ന് കാണുന്ന ഇങ്ങനെയാ നമ്മളെ കാണുക. ആഹാ പെയിന്റിങ് സ്കില്ല്. ആഹാ വെരി ഗുഡ്. പൊട്ട സ്കില്ലാണെങ്കിലും അടിയിൽ നിന്ന് കാണണം നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നോണ്ടല്ലേ. കണ്ടുപിടിക്കറാ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കണേ. മര്യാദയ്ക്ക് പെയിന്റ് അടിച്ചാ പോരെ. മൂവ് അപ്പ മതി. സെറ്റ്. ഇപ്പോ ഇവിടെ വരുന്ന ഒരു പെട്ടെന്നൊന്നും തന്നെ കാണില്ല. കണ്ടു കഴിഞ്ഞാൽ വല്ല ഹാക്കറായിരിക്കും. ഇങ്ങനെ നോക്കുമ്പോ ആരും കാണില്ല. ശരിയാ. പക്ഷെ ഇങ്ങനെ എങ്ങാനും നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലോ അല്ലേ? ഈ റൂമിന്റെ ഡോറ് അവിടെ അല്ലേ? ഈ റൂമിൽ വരുന്നവൻ തന്നെ ഇങ്ങനെയല്ലേ കാണുക? അതായത് തലഭാഗം കുറച്ച്. പക്ഷെ സീനാ. നോക്കാം നാളെ പിടിക്കില്ലേ നോക്കാം. നാളെ പിടിക്കാൻ ഒരു ചാൻസ് ഇല്ലടാ. ഭയങ്കര ഈസി. പക്ഷെ മെച്ചാക്കാമലാണ് കുറച്ചും കൂടി അടിപൊളി ഗെയിമാണ്. ഇത് റോബ്ലോക്സിലെ ഗെയിം വേണ്ട. നോക്കാം. ആൾക്കാർ സൗണ്ട് ഒക്കെ ഉണ്ടാക്കണ്ട. ഇവിടെ വരണ എന്നെ പിടിക്കൂ. നമുക്ക് ഫ്രീസ് ആയിട്ട് തന്നെ ഇരിക്കാം. ആൾക്കാര് ട്രോളൊക്കെ ഉണ്ട്. നമുക്ക് ട്രോൾ ആയാലോടാ. പിടിക്കൂ. ട്രോള് വേണ്ട. ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കാൻ എളുപ്പാ. സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ റൂമിൽ വരില്ല. എടാ ഇതിന്റെ അടിയിലാണ് ഞാൻ ഇരിക്കണേ. ഇതിന്റെ അടിയിലാണ് ഞാൻ ഇരിക്കണേ. എടാ ഇതിന്റെ തൊട്ടടിയിലാണ് ഞാൻ ഇരിക്കണേ കേട്ടാ. ഓ മൈ ഗോഡ്. എല്ലാവർക്കും അറിയാം ഇതിലിരിക്കാൻ എളുപ്പാന്ന്. പക്ഷെ ഇവരെ പണ്ട് കാര്യടാ. ഭയങ്കര പാടായി ഗെയിം. പാടുന്ന അൾട്ടിമേറ്റ് പാടാ. മെച്ചാക്കിയ മലയാണെങ്കിൽ ഈസിയാ. ഈ റൂമിലൊന്നും ആരും വന്നിട്ടില്ലടാ. പിന്നെ എങ്ങനെ പിടിക്കാനാ? സോ ഗൈസ് എന്തായാലും ഞാൻ ഈ ഒരു ഗെയിം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് റോബ്ലോക്സിൽ ഒന്ന് കളിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഓട്ടോപ്ലേ എന്താന്ന് എനിക്കൊന്ന് നോക്കണം. എന്തായാലും അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ ഗൈസ്. ആൻഡ് വേറൊരു കാര്യം 200K. സോ ഡു സബ്സ്ക്രൈബ്. ബൈ.